അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലെ മിടുക്കിയായ അഞ്ചുരുളി കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ അഞ്ചുരുളി. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ അഞ്ചുരുളിയും അവിടുത്തെ വിശേഷങ്ങളും ഒന്ന് കാണാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അഞ്ചുരുളി ടണലിൻ്റെ അവിടെ നമ്മൾ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ചെറിയ കടകളും ഒക്കെയുണ്ട്. അപ്പോൾ ഇതേ അവിടെ ഒരു ഷീറ്റേലൊരു കാക്കേനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് മയിലും കാക്കയും തടിയേലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പോഴാണ് കേട്ടോ ഇത്ര ഈ ടൂറിസം അഞ്ചുരുളി ടൂറിസം ഇത്രയും വികസിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടോ. കുപ്പി നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതുണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഏതായാലും നമ്മൾ അവിടെ ചെന്ന് ചെറിയൊരു കാപ്പിയൊക്കെ ചായയൊക്കെ കുടിച്ചേച്ച് നമ്മൾ അവിടെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ടാകും. കുടിച്ചേറ്റ് നമ്മൾ അഞ്ചുരുളിയുടെ സൗന്ദര്യം കാണാനായിട്ട് ഇതേ താഴോട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഇറങ്ങി നമ്മുടെ 2 കസിൻസും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരും എല്ലാവരും കൂടി അവരാദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. അപ്പം നമ്മൾ അവരെയും കൂട്ടി നമ്മുടെ സുന്ദരിയായ അഞ്ചുരുളി കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിത് മഴക്കാലത്താണ് നമ്മൾ പോയത്. ആ സമയത്ത് ഇവിടെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ടണലിനകത്തോട്ടൊന്നും പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ടണൽ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകുന്ന സമയമാണ്. അപ്പോൾ അവിടെയൊക്കെ അടച്ച് അങ്ങോട്ടൊന്നും കയറ്റി വിടുന്നില്ല. നമുക്ക് ഈ താഴെ നിന്ന് കാണാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു 5 മണി 5:30 സമയത്താണ് നമ്മൾ പോകുന്നത് വൈകുന്നേരം. ആ സമയത്ത് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇതുകൊണ്ട് ഇതാണ് ആ ടണലിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ് ആ കാണുന്നത്. പിന്നെ ഇത് ഞാൻ ജനിച്ചു വളർന്ന ഞാൻ ജനിച്ചു വളർന്ന കാഞ്ചേറ് പഞ്ചായത്തിൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 2.5 കിലോമീറ്ററേ ഉള്ളൂ ഇത്. ഇപ്പോൾ ഈ ആണ് നമുക്കിതൊക്കെ മിസ് ചെയ്യുന്നത്. പണ്ടൊന്നും നമുക്കിങ്ങനെ പോകാനോ കാണാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അഞ്ചുരുളി ടൂറിസം അഞ്ചുരുളി ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരാനൊക്കെ തുടങ്ങിയത് ഇപ്പം കുറേ കാലങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളവും നമ്മുടെ ഇരട്ടയാർ ഡാമിൽ നിന്ന് ഈ തുരങ്കത്തിൽ കൂടി ഇങ്ങോട്ട് വന്ന് ഈ ഒഴുകുന്ന ഇരട്ടയാർ ഡാമിൽ നിന്ന് വന്ന് ഒഴുകുന്ന വെള്ളമാണ് തുരങ്കത്തിൽ കൂടെ. ഇപ്പോൾ അങ്ങോട്ട് നമുക്ക് കയറ്റി വിടാനായിട്ട് അവിടെ എല്ലാം അടച്ചു വെച്ചേക്കുവാണ്. ഈ വെള്ളം ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ഒഴുകുന്നതുകൊണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉറപ്പാട്ടോ. പക്ഷേ അടിപൊളി ഒരു വൺ ഡേ ട്രിപ്പൊക്കെ വരാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. നല്ല സൂപ്പർ വൈവാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഇത് തന്നെയല്ല, ഇനി അപ്പുറേ നമുക്ക് അഞ്ചുരുളി തുരുത്തുണ്ട്, മുനമ്പെന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അഞ്ചുരുളി, നമ്മുടെ സ്വന്തം നാട്ടിലെ അഞ്ചുരുളി എന്നൊക്കെ പറയുകയല്ലേ, അതുപോലെ തന്നെ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയും നമ്മുടെ അഞ്ചുരുളി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.